പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ നേതൃത്വത്തിൽ ചാപ്പൽ സർവീസായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ഒരു ആഴ്ച ദൈവവചനം പഠിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു. അത് നമ്മുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിനൊക്കെ അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ, ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങൾ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടാണ്. നമ്മൾ അല്പസമയം വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ദേശങ്ങളിൽ ഇരുന്നു ഒരുമിച്ച് ഇപ്രകാരം കൂടി വരുന്നത് അല്പസമയം നമുക്ക് പ്രാർത്ഥിപ്പാൻ, ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഒക്കെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 hallelujah. ഇന്ന് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹവും മനോഹരവുമായ രാത്രിയുടെ സമയത്തിനായി അടിയനങ്ങേക്ക് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധനെ, ഞങ്ങളുടെ കർത്താവെ, അഗാപ്പെ ഹല്ലേലൂയ ഓൺലൈൻ ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് പഠിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധനെ, കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ ഹല്ലേലൂയ തിരുവചനം പഠിപ്പിച്ച എല്ലാ സാറുമാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം അവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കണം. കർത്താവെ, അതുപോലെ തന്നെ ഷായി സാറിനായി സ്തോത്രം, താസിക്കായി, കുടുംബത്തിനായി ഹല്ലേലൂയ അവരുടെ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ലാൽ സാറിനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇതിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ അധ്വാനിപ്പാൻ കർത്താവെ സാറിന് എത്രത്തോളം ദൈവകൃപ ദൈവം ധാരാളമായി നൽകിയല്ലോ. കർത്താവെ, ദാസന്റെ കർത്താവെ ശരീരാത്മധ്യേയ കർത്താവെ ഒന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിന്നെയും കർത്താവെ മേലായ കൃപമേൽ കൃപ സ്വർഗ്ഗം അവിടുന്ന് പകരണമേ. തന്റെ ദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായി, കുടുംബമായി, സഭയായി എല്ലാ വിഷയത്തുമേ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന കർത്താവെ ഭജനം പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ദൈവമക്കളെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗ്ഗം അവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി കാലം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രൈസ് ആൻഡ് വർഷിപ്പ് ഹല്ലേലൂയ നല്ല പാട്ടുകൾ എല്ലാം ദൈവം ഞങ്ങൾക്ക് നൽകണം. കർത്താവെ ഹല്ലേലൂയ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്ന കർത്താവെ സാറിനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. തിരുവചനം അതിന്റെ അധികാരതയോടും ബഹുനിശ്ചയത്തോടെ തന്നെ പ്രസ്താവിപ്പാൻ കർത്താവെ ധാരാളം ആത്മിക ദൂതുകൾ, വെളിപ്പാടുകൾ ഞങ്ങൾക്ക് പകർന്നു നൽകുവാൻ അഭിഷിക്തനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. ക്രൂശന്റെ മറച്ചാട്ടെ കർത്താവെ തിരുവചനത്തിന്റെ വാതിലുകളെ ഇപ്പോൾ തന്നെ തുറന്നിരിക്കായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ഇന്ന് പകൽ നന്ന് രാത്രി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും പൊന്നുനാമ മഹത്വത്തിനായി കർത്താവിന്റെ പൊന്നുകരത്തിലേക്ക് സമർപ്പിക്കുന്നു. സകലമാന മഹത്വം പുകഴ്ചയും എന്റെ യേശുപ്പനെ കർത്താവ് പ്രാർത്ഥിയാചുനി കേട്ടിരിക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ ഷീല ബാബു. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഇന്ന് നമ്മുടെ ചില സഹോദരങ്ങളൊക്കെ പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില ഗാനങ്ങൾ കേൾക്കാം. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആദ്യമായി പ്രിയ സിസ്റ്റർ മോളി രാജൻ ഒരു പാട്ട് പാടുന്നതായിരിക്കും. സിസ്റ്റർ മോളി രാജൻ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നൽകി തന്ന കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി സ്തോത്രം ചെയ്യുന്ന വീണ്ടും കർത്താവെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാനുള്ള കൃപയും അനുഗ്രഹവും തന്നതിനായി സ്തോത്രം. ഈ സന്ധ്യാസമയം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അപ്പനെ പുകഴ്ത്തുവാൻ, ആരാധിപ്പാൻ, പാടുവാനൊക്കെയും കർത്താവ് നൽകി തന്ന കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകാൽ ഞങ്ങളുടെ ദേവദാസന്മാരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാറിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സജീവസ്ഥായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മെസ്സേജുകളൊക്കെ തരുവാനും കർത്താവ് ധാരാളമായി ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കുറുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാറാ. കുറുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാറാ. ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരുരുവും നീ നിനയരുതേ. ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരുരുവും നീ നിനയരുതേ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമീ പാത നീ കടന്നിടേണം. നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമീ പാത നീ കടന്നിടേണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടേണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടേണം. ഇഹ പരമഹിമാഖിലവുമൻപായി സഹജേ നിനക്കായി കരുതിയവൻ. ഇഹ പരമഹിമാ അഖിലവുമൻപായി സഹജേ നിനക്കായി കരുതിയവൻ. കാഹളനാദം ശ്രവിക്കെ നീ പറക്കും മോഹന നിമിഷം ആഗതമായി. കാഹളനാദം ശ്രവിക്കെ നീ പറക്കും മോഹന നിമിഷം ആഗതമായി. കറവാട്ടം കളങ്കം മാലിന്യമെന്നേ നിറതേജസോടെ മുൻനിർത്തിടാൻ പാറയാം പ്രിയൻ നിനക്ക
നിനക്കായി പിളർന്ന മറവിൽ നീയിരുന്നു പൂർണ്ണയാകാം. പാറയാം പ്രിയൻ നിനക്കായി പിളർന്ന മറവിൽ നീയിരുന്നു പൂർണ്ണയാകാം. ഉരുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാറായി. ഉരുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാറായി. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാട്ട് പാടുവാൻ പ്രിയ ആന്റിയെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ബൈബിൾ കോളേജിൽ എന്നും കയറുന്ന പ്രിയ ഒരു ആന്റിയാണ് പ്രിയ മോളി രാജൻ. ആ പ്രിയ കർത്താവിന്റെ ദാസിയുടെ ആ ഉത്സാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താൻ ഡൽഹിയിലാണ് ആയിരിക്കുന്നത്. തൻ്റെ പലപ്പോഴും സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിനോട് ഉള്ള ആ വചനം പഠിക്കുവാനുള്ള, തീർച്ചയായിട്ടും ഈ പ്രായത്തിലും വചനം പഠിക്കുവാനുള്ള ഉത്സാഹം തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാട്ട് പാടും ദൈവം കാണിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രിയ കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും തന്റെ മക്കളെ പറ്റിയൊക്കെ താൻ സാക്ഷി പറയാറുണ്ട്. അവരൊക്കെ വിശ്വാസത്തിലേക്ക് വരുവാൻ, തന്റെ മാതാവിന്റെ കാൽപാദങ്ങളെ പിന്തുടരുവാൻ സ്വർഗം സഹായിക്കട്ടെ. തുടർന്ന് ഒരു പാട്ടും കൂടെ പാടാം. പ്രിയ സിസ്റ്റർ ഷീന ഒരു പാട്ടുകൂടെ പാടിയാട്ടെ. പാസ്റ്റർ ഷീന, സിസ്റ്റർ ഷീന പ്ലീസ് അൺമ്യൂട്ട് ചെയ്ത് പാടിക്കാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. പലപ്പോഴും എനിക്ക് ഇവിടെ വൈഫൈയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ പിറ്റേ ദിവസം യൂട്യൂബൊക്കെ കണ്ട് ഞാനത് ക്ലിയർ ചെയ്യാറുണ്ട്. പ്രാർത്ഥന സഹായം ചോദിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കുഞ്ഞിന് സുഖമില്ലാതിരുന്നിട്ട് അപ്പോൾ അതിനൊരു ഭേദം വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ജോലി ശരിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നു. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ജോലിക്ക് പോകുന്നു. കൃപയാൽ ദൈവം എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെ ദൈവം എനിക്ക് പ്രതിഫലം തരുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരോടും നന്ദി പറയുന്നു. ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊത്തിരി ആഗ്രഹമായിരുന്നു ദൈവസന്നിധിയിൽ ഇങ്ങനെ പാടണം. ദൈവം തന്ന ചെറിയൊരു താരന്താണല്ലോ നമുക്ക് പാടാനുള്ളൊരു. വലിയ പാട്ടുകാരിയാണെന്നൊന്നുമല്ല, എന്നാലും ചെറുതായിട്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ തന്നെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് പാടാനാണ് ഇഷ്ടം. അതും യേശുവിൻ്റെ പാട്ട് പാടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പണ്ട് മുതലേ. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. പണ്ട് ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ കുർബാന സ്വീകരിക്കുന്ന ആൾക്കാർക്കാണ് ആദ്യം ഓസ്തി കിട്ടുക. അപ്പം അവർ മറ്റുള്ളവർ ബാക്കി കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പാടണമല്ലോ. നമ്മുടെ പള്ളിയിൽ അങ്ങനെയാണല്ലോ, കത്തോലിക്ക പള്ളിയിൽ അങ്ങനെയാണല്ലോ, കുർബാന സ്വീകരണത്തിനാണല്ലോ പാട്ട്. അപ്പം അത് ഈ പാടാനുള്ളൊരു ഇഷ്ടം തോന്നിയതിൻ്റെ കാരണം തന്നെ അതാണ്. അപ്പോൾ ഓസ്തി ആദ്യം വലിയൊരു ഓസ്തിയാണല്ലോ യേശുവിന് കാഴ്ചയായിട്ട് അർപ്പിക്കുന്ന. ആ ഓസ്തി 4 പീസാക്കിയാണ് അച്ഛൻ കാസാലേക്ക് മുറിച്ചിടുന്നത്. അതിലൊരു പീസ് ഈ പാട്ടുകാർക്കുള്ളതാണ്. ആദ്യം ചെല്ലുന്ന ആൾക്ക് അത് കിട്ടുക. അപ്പോൾ അത് യേശു കഴിച്ചതിൻ്റെ ബാക്കി, യേശുവിൻ്റെ ശരീരത്തിന് ആദ്യത്തെ ഒരു പീസ് നമുക്ക് കിട്ടുകയാണെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ ഒരു കുർബാന സ്വീകരണത്തിന് പാടണമെന്നായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹം. കാരണം ആ ഒരു ഓസ്തിക്ക് വേണ്ടി, ആ ഒരു ഓസ്തി പീസിന് വേണ്ടിയായിരുന്നു ആഗ്രഹിച്ചത് മുഴുവൻ. പിന്നെ നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് കർത്താവ് തന്നെയാണ് ഓസ്തി എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നതും കർത്താവിനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ ആ ഓർമ്മയാചരണമാണല്ലോ നമ്മുടെ കുർബാന സ്വീകരണം മനസ്സിലായതും കർത്തൃമേശ എന്നൊക്കെ മനസ്സിലായപ്പം കൂടുതൽ എനിക്ക് ആഴത്തിൽ ദൈവത്തിനോട് ചേരാനൊക്കെ പറ്റിയൊരു സാഹചര്യമായിരുന്നു അതൊക്കെ. ഞാനൊരു ചെറുതായിട്ടൊരു പാട്ട് പാടാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല.
തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിൻ അരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാണ്. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാണ്. എൻ ജീവിതത്തിൽ നന്നായി വരാനാ എൻ പേർക്കുനാഥൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിൽ നന്നായി വരാനാ എൻ പേർക്കുനാഥൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിൻ അരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. Praise the Lord. Amen. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായി പാടുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം എല്ലാം നന്നായി ചെയ്യട്ടെ. ദൈവം താൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത് കർത്താവ് മാനിക്കട്ടെ. സ്തോത്രം. പ്രത്യേക നന്ദി അറിയിക്കുന്നു. സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം എടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം അതിന് ശുശ്രൂഷിക്കുന്ന ദൈവമക്കളുണ്ട്. അവരെല്ലാം ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ ഇനിയും പാടുവാൻ പല പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാം ചന്തവും ഉചിതവുമായി നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് നമ്മുടെ ഈ കൂട്ടായ്മ, ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളും കൂടെ പ്രാർത്ഥിച്ചാട്ട്, അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ, ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ ഹാലചാപ്പൽ സർവീസ് കർത്താവേ, ഇന്ന് വൈകവേളയിൽ കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ഹാല ഗൈഡൻസോടുകൂടി ചെയ്യുവാൻ കർത്താവെ അവിടുത്തെ ദാസനെ അങ്ങ് ബലപ്പെടുത്തി
കർത്താവെ, ഇന്ന് രാത്രികാലം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സകല ദൈവമക്കളെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്ന വിശേഷാൽ കർത്തൃദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപകൾ, താരന്തുകൾ, കൃപാപരങ്ങളെല്ലാം ദൈവമേ, അത് ദൈവനാമമഹത്തിനായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സകലത്തിലും പരിശുദ്ധാത്മാവിന്റെ ആമേൻ സ്തോത്രം വലിയൊരു ഗൈഡൻസ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഹാലയിലെ ഓരോ പ്രവൃത്തിയും കർത്താവിൽ ആമേൻ കർത്താവിന്റെ നാമമഹത്തിന് വേണ്ടി ചെയ്യുവാൻ ഓരോ താരന്തുകൾ ആമേൻ ആത്മീയ ഗീതങ്ങളാകട്ടെ കർത്താവെ, ആത്മീക ഹാലയിലെ വചനധ്യാനമാകട്ടെ കർത്താവെ, എല്ലാം ഉചിതമായി മനോഹരമായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. അതിനായി കർത്താവ് ദൈവമക്കളെ അങ്ങ് ബലപ്പെടുത്തണം. നേരത്തെ കൊടുക്കുന്ന കർത്തൃദാസന്മാരെ പ്രത്യേകമായി ഏൽപ്പിക്കുന്നു. പുതിയ അഭിഷേകത്താൽ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ആമേൻ സ്തോത്രം ശുശ്രൂഷിപ്പാനും കർത്താവെ ആമേൻ ആദ്യയുടെ അന്തം കർത്താവെ ഈ ഹാലലിയ ഈ ചാപ്പൽ സർവീസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹാലലിയ സ്തോത്രം ലീഡർഷിപ്പ് വഹിക്കുന്ന കർത്തൃദാസനെ സർവശക്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വമാനവും പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തു അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരു പാട്ടും കൂടി ഇപ്പോൾ കേൾക്കാം. പ്രിയ സിസ്റ്റർ അഞ്ജു സാറ ഒരു പാട്ടുകൂടെ പാടിയാട്ടെ. സിസ്റ്റർ അഞ്ജു സാറ. നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അഗാപ്പെ ബൈബിൾ കോളേജിൽ ചേരാൻ തന്ന ഭാഗ്യത്തെ സ്തുതിക്കുന്നു. ക്ലാസ്സുകളും അതിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഷീന സിസ്റ്റർ പറഞ്ഞതുപോലെ പാടാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഇടുന്നുണ്ട്, എൻ്റെ സൗണ്ട് കൊള്ളത്തില്ല, എങ്ങനെ ഞാൻ പാടിയാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പം എന്നോട് എൻ്റെ ദൈവം സംസാരിച്ചത്, നിനക്ക് ചെവി തന്നതാര്, നിന്റെ വായ് തന്നതാര്, നിനക്ക് കണ്ണ് തന്നത്, ഇതെല്ലാം ഞാനാ നിനക്ക് തന്നത്. അപ്പം ആരെന്ത് പറഞ്ഞാലും ഒന്നും കണക്കാക്കണ്ട, നീ പാടുക, വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആരാധന മധ്യയൊക്കെ പാടുക എന്ന് ദൈവം എന്നോട് പറഞ്ഞു. അതിന് പ്രകാരം ഇന്നും പൊതുവിൽ പാടുവാൻ ദൈവം സഹായിക്കുന്നു. ആരെയും ഇതൊന്നും ഞാൻ നോക്കാതെ എൻ്റെ ദൈവം തന്ന കഴിവിനെ മാത്രം ഞാൻ നോക്കിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എനിക്കൊരു ആത്മപ്രേരണ തന്നു, ഒരു പാട്ട് എഴുതുവാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെതായ ദൈവം ഓരോ നാവിന്മേൽ ഓരോ പാട്ടിന്റെ വരികൾ തരുമ്പോൾ അത് എഴുതി ഒരു 10 സ്റ്റാൻസോളം എഴുതുവാൻ ദൈവം സഹായിച്ചു. ബാക്കിയും എഴുതിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ബൈബിൾ കോളേജിൽ അത് പാടണം എന്നൊരാഗ്രഹവുമുണ്ട്. നിയമക്കളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കത് മുഴുവനായിട്ട് എഴുതി തീർക്കാനും അത് അനേകരിലേക്ക് അത് എത്തുവാനും ഒരു ആത്മീയമായിട്ടുള്ള ഒരു പാട്ടായി തീരുവാൻ വേണ്ടി നിയമക്കളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞുകൊണ്ട് പാടാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ള നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ള നിൻ വചനം മാത്രം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ള നിൻ വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാനുള്ള വചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾപ്പാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾപ്പാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ള നിൻ വചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം.
കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ള നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ള നിൻ വചനം മാത്രം. താങ്ക് യു. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ആഗ്രഹം പോലെ ആ പാട്ടൊക്കെ എഴുതി പുതിയ പാട്ടുകളൊക്കെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി രൂപപ്പെടുവാൻ സ്വർഗം തന്നെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അഗാപ്പെ ബൈബിൾ കോളേജിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് അല്പസമയം ദൈവസേനയിൽ ദൈവവചനം കേൾക്കാനായി നമ്മുടെ സമയത്തെ വേർതിരിക്കാം. അപ്പോൾ നമ്മോടൊപ്പം പാസ്റ്റർ ജോയ് കുട്ടി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മുടെ ബൈബിൾ കോളേജിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ ക്ലാസ്സുകളും പങ്കെടുക്കുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. താൻ തന്നെ പരിചയപ്പെടുത്തി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. പാസ്റ്റർ ജോയ് കുട്ടി. പ്രൈസ് ലോർഡ്. കേൾക്കാമോ പാസ്റ്റർ? കേൾക്കാം. സ്തോത്രം. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എനിക്കും ഇതിനോട് ചേർന്നായിരിക്കാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജോയ്ക്കുട്ടി എന്നാണ്. ഞാനിപ്പോൾ താമസിച്ചു വരുന്നത് ഷൊർണൂരിൻ്റെ അടുത്താണ്. ഞങ്ങൾ കുടുംബമായി പാർത്തു വരുന്നത്. കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകി. തികച്ചും അവിചാരിതമായിട്ടാണ് ഈ അഗാപ്പെ ബൈബിൾ കോളേജിൻ്റെ ഈ പഠനത്തോട് ബന്ധത്തിലായിരിക്കാനിടയായി തീർന്നത്. ഞാൻ 92 മുതൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഞങ്ങൾ കുടുംബമായി കർത്താവ് അവസരങ്ങളെ നൽകി. ഈ ബൈബിൾ കോളേജിൽ സാക്ഷ്യം പറയാനൊക്കെ അവസരം ലഭിച്ചപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് സമയം ആവശ്യപ്പെടാഞ്ഞതാണ്. എങ്കിലും ഇന്ന് ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചെറുപ്രായത്തിൽ കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിപ്പാനിടയായി തീർന്നു. 77 സ്നാനപ്പെടാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. അങ്ങനെ എനിക്ക് 22 വയസ്സുള്ളപ്പോൾ ഒരു ജോലി കർത്താവ് നൽകി തരാനിടയായി തീർന്നു. അതിനുശേഷം 92 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ പ്രേരണ നിമിത്തം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ദൈവം കൃപ നൽകി. ആ നിലയിൽ അങ്ങനെ അന്ന് മുതൽ കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിലായിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകി. ഞങ്ങൾ കുടുംബമായിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആയിരിക്കുന്നത്. എനിക്ക് ഭാര്യയും മക്കൾ 3 പേരാണ്. മൂത്തത് മകള് വിവാഹിതയാണ്. മകളും കുടുംബവും മലപ്പുറം ജില്ലയിൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. രണ്ടാമത്തത് മകനാണ്. അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൻ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇവിടെ ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ വർഷങ്ങളായി ആയിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകി. തികച്ചും അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഈ അഗാപ്പെ കോളേജിനോട് ചേർന്ന് ആയിരിക്കാനിടയായി. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് US-ലുള്ള ഒരു സഹോദരിയും ഞാനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സൈക്കോളജിയുടെ ഒരു വിഷയത്തിൽ ഒരു ഗവൺമെൻറ് കോഴ്സ് ചെയ്യാനിടയായി തീർന്നു. അങ്ങനെയുള്ള പരിചയത്തിൽ ആ സഹോദരി US-ലെ കടന്നു ചെന്ന് അവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു. അപ്പോൾ ഈ കോളേജിനെ കുറിച്ച് പരിചയപ്പെടുത്തി എനിക്ക് അതിൻ്റെ ലിങ്ക് ഇട്ടു തന്നു. പാസ്റ്റർ സമയമുണ്ടെങ്കിൽ കയറണം, നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ, ആദ്യത്തെ ക്ലാസ് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ പഠനത്തിൽ ഞാൻ എല്ലാ ദിവസവും കൃത്യമായി കയറുന്നുണ്ട്. ഒരു ദിവസം മാത്രമാണ് എനിക്ക് ക്ലാസ് മുടങ്ങാനിടയായി തീർന്നത്. അങ്ങനെ അന്ന് മുതൽ കർത്താവിൻ്റെ ഹിതത്താൽ ഈ കോളേജിനോട് ചേർന്ന് ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ US-ലെ ബൈബിൾ കോളേജിനെ കുറിച്ചൊക്കെ നെറ്റുകളൊക്കെ അന്വേഷിച്ച് ഒരു ഓൺലൈനായിട്ട് ഏതെങ്കിലും കോഴ്സ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ലിങ്ക് അവിചാരിതമായി എനിക്ക് ലഭിക്കാനിടയായി തീർന്നത്. അതൊരു ദൈവഹിതമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അന്ന് മുതൽ മുടങ്ങാതെ, എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും മുടങ്ങാതെ തന്നെ ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ ദൈവം ഭാഗ്യമൊരുക്കി. ആവോളം അഗാപ്പെ ബൈബിൾ കോളേജ് പ്രവർത്തനങ്ങളെയും ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദരീസ്വന്മാരെയും ഓർത്ത് ആവോളം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെയും കുടുംബത്തെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ സ്തോത്രം ആയിരിക്കാൻ ദൈവം ഇവിടെ ആക്കി തീർത്തല്ലോ. ഈ കോളേജിന്
നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഷാജി പാഷ കുടുംബം, അതുപോലെ പ്രിയ ലാലു പാഷ കുടുംബം, അതുപോലെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന എല്ലാ കർത്തദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഒപ്പം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന സഹോദരി സഹോദരന്മാരെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലപ്പെട്ട നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുച്ഛമായ സമയം ഒരു വചനത്തിൻ്റെ ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ട് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഞാൻ തന്നെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുമ്പോൾ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. മതി. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റി പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ച ഒരു സാഹചര്യത്തെ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അവർക്ക് ക്ഷീണം സംഭവിപ്പാനിടയായി തീർന്നതെന്ന് ചോദിച്ചാൽ, സ്തോത്രം, യാത്ര ഒത്തിരി അവർക്ക് ദൂരമായി തോന്നി. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പോൾ അങ്ങനെ ക്ഷീണം വരാൻ, അവർക്ക് വഴി ഇങ്ങനെ കൂടുതലായി വരാൻ ഒത്തിരി സാഹചര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. നാം ഒന്നൊന്നായി പരിശോധിച്ചാൽ ഒത്തിരി കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ മക്കൾ വളരെ പ്രതീക്ഷയോടെ അവർക്ക് അവകാശമായി ലഭിക്കാൻ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ പുറപ്പെട്ടു വരികയായിരുന്നു. ഇടയ്ക്ക് ഒത്തിരി പ്രതിസന്ധികൾ അവരുടെ മേൽ കടന്നു വന്നു. അതെല്ലാം ഓരോന്നോരോന്നായി അതിനെ അതിജീവിച്ചു പോകുന്ന ആ സന്ദർഭത്തിലാണ്. എങ്കിലും അവര് നമ്മെപ്പോലെ തന്നെ പച്ചയായ മനുഷ്യരായിരുന്നു. അവർക്ക്, സ്തോത്രം, വിവിധങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ ആ സാഹചര്യങ്ങളെ പലപ്പോഴും അതിജീവിപ്പാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇങ്ങനെ വിവിധ തരം പ്രയാസങ്ങൾ, ഭാരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവർക്കതിനെ അതിജീവിപ്പാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. കർത്താവായ ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും പല സമയങ്ങളിലും പെട്ടെന്ന് അവർക്കായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചുവെങ്കിലും അതൊക്കെ പെട്ടെന്ന് അവർ മറന്നു പോകുകയോ അല്ലെങ്കിൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടായി വരികയോ സാഹചര്യങ്ങൾ നിമിത്തമൊക്കെ അവര് പലപ്പോഴും ദൈവത്തോട് മറുതലിക്കുന്നവരും ദൈവത്തെ അവിശ്വസിക്കുന്നവരും ദൈവത്തിനും മോശയ്ക്കും വിരോധമായൊക്കെ സംസാരിക്കുന്ന അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ആ നിലയിൽ അവർ കടന്നു വരുന്ന സന്ദർഭത്തിലാണ് പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങൾ അവർക്ക് കടന്നു വന്നു. അവര് മോശ, അഹരോനും മിര്യാമ് ഇവര് ഒരുമിച്ച് ചേർന്ന് പുറപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വിവിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങൾ, പരീക്ഷകളൊക്കെ കടന്നു വന്നത്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ആ വിഷയം പറഞ്ഞ് വിരമിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നടന്നു വരുന്ന സമയത്ത് കാദേശിലെത്തിയപ്പോൾ മിര്യാമ് പെട്ടെന്ന് മരിപ്പാനിടയായി തീർന്നു. തുച്ഛമായ വാക്കുകൾ മാത്രമേ അതിനെക്കുറിച്ച് അവിടെ സംസാരിച്ചിട്ടുള്ളൂ. മിര്യാം കാദേശിൽ എത്തി. മിര്യാം അവിടെ വെച്ച് മരിച്ചു. പിന്നീട് അവര്, സ്തോത്രം, യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല, ഭക്ഷിപ്പാൻ ഒന്നുമില്ല. അപ്രകാരം ഒരു വലിയ സാഹചര്യം കടന്നു വന്നപ്പോൾ അവര് ഹൃദയത്തിൽ ചഞ്ചലിപ്പാനും മത്സരിപ്പാനും സംസാരിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മക്കളെയും നമ്മുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വിചാരിക്കാത്ത സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി കടന്നു വരുമ്പോൾ, നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നാമും പച്ചയായ മനുഷ്യരാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വാക്കുകൾ സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട്. സ്തോത്രം. അപ്പോൾ ആ പ്രത്യേക സന്ദർഭമാണ്, അവർ ക്ഷീണിക്കാനുള്ള പ്രത്യേക സന്ദർഭമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് നഷ്ടം സംഭവിച്ചു. മിര്യാമെന്ന് പറയുമ്പോൾ മിര്യാം ഒരു പ്രവാചകിയായിരുന്നു. മാത്രമല്ല തപ്പെടുത്ത് ആരാധനയ്ക്കായൊക്കെ ഉള്ള കഴിവ്, സ്തോത്രം, ആ മിര്യാമിനുണ്ടായിരുന്നു. അപ്പോൾ ആ മിര്യാമ്, അതുപോലെ അഹരോന്, മോശ, ഇവര് 3 പേരും ചേർന്നിട്ടാണ് നേതൃത്വത്തോടെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവിചാരിതമായ സമയത്ത് മിര്യാൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാരം അവർ വഹിക്കുകയാണ്. സാഹചര്യങ്ങൾ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. തുടർന്ന് മുന്നോട്ട് വരുമ്പോഴാണ് അവർക്ക് വെള്ളം ലഭിക്കാതെ ഭാരപ്പെടുമ്പോൾ, സ്തോത്രം, മോശയോട് അവര് സംസാരിച്ചു. മോശയോട് യഹോവയായ ദൈവം പറയുന്നത്, നിങ്ങൾ പോയി ആ പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ മോശ 2 പ്രാവശ്യം പാറയെ അടിക്കുന്നതായി നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദൈവം അവർക്കെതിരായി മാറി. സ്തോത്രം. ഞാൻ നിന്നോട് കൽപ്പിച്ചത് പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്, പക്ഷേ നീ പാറയെ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആലോചനയും കൂടെ പറഞ്ഞപ്പോൾ എല്ലാ നിലയിലും
അവര് മനസ്സുകൊണ്ട് ക്ഷീണിച്ച് അവർ ഭാരപ്പെട്ടു. തുടർന്ന് നാം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അങ്ങനെ അവർ യാത്ര ചെയ്ത് ഹോർ പർവ്വതത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിചാരിതമായ മറ്റൊരു പ്രശ്നം അവരെ അഭിമുഖീകരിക്കുകയാണ്. യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ഈ പർവ്വതത്തില് അഹരോൻ മരിക്കും. അഹരോനെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. സ്തോത്രം, അഹരോൻ മരിക്കും. അപ്പോൾ ആ പർവ്വതത്തിന്റെ അടുക്ക് എത്തിയപ്പോൾ സ്തോത്രം, അഹരോൻ തന്റെ വസ്ത്രമൂരി സ്തോത്രം എലിയാസറിനെ ധരിപ്പിച്ചിട്ട് അഹരോൻ ആ പർവ്വതത്തിൽ വെച്ച് മരിപ്പാനിടയായി തീർന്നു. മാത്രമല്ല സ്തോത്രം, അഹരോൻ മരിക്കുന്നതിന് മുൻപായി വലിയൊരു പ്രതിസന്ധിയിൽ കൂടി അവർ പിന്നെയും കടന്നുപോയി. അവര് സ്തോത്രം ഏദോമിന്റെ ദേശത്തൂടെ കടന്നു പോകാൻ ഒത്തിരി ആഗ്രഹിച്ചവരാണ്. രാജവാദിയിൽ കൂടെ കടന്നു പോകാം, എത്രയും പെട്ടെന്ന് അവരെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താമെന്ന് ഉള്ള വലിയൊരു പ്രതീക്ഷ അവരുടെ മേൽ ഉണ്ടായിരുന്നു. ആ നിലയിൽ അവരോട് അനുവാദം ചോദിച്ചു, ഞങ്ങൾ നിന്റെ ദേശത്തൂടെ നടന്നു പോയിക്കൊള്ളട്ടെ, ഞങ്ങൾ വെള്ളം കുടിച്ചാൽ അതിന് വില തരാം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഏദോം സ്വന്തം സഹോദരങ്ങളാണെന്ന് പറഞ്ഞാലും ഏദോം അവരെ സമ്മതിച്ചില്ല. ഏദോം വളരെ ശക്തമായി അവരോട് എതിർത്തു. ഞങ്ങൾ ഇതിനോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവര് അവിടെയും വളരെ ഭാരപ്പെട്ടു. അപ്പോൾ മുന്നോട്ട് പോകാൻ വഴി കാണാതെ വളരെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അവരനുഭവിക്കുന്ന വിവിധ കഷ്ടങ്ങൾ കൂടിയാണെങ്കിൽ സ്തോത്രം, അവരല്പം എളുപ്പത്തിൽ പോകാമെന്ന് യാത്ര ചെയ്തെങ്കിലും സ്തോത്രം അവർക്ക് സാധ്യമായില്ല. ഏദോം അവരെ തടഞ്ഞപ്പോൾ സ്തോത്രം അവരതിലും ഭാരപ്പെട്ടു. അങ്ങനെ വരുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലാണ് അഹരോന്റെ മരണം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ഒരു ദൈവം നല്ല ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതൊരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞൊന്നും വരികയില്ല. ആ സമയത്ത് അവിചാരിതമായിരിക്കുന്ന വാക്കുകൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് ഉള്ളത് മാനുഷ്യമായിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഇവിടെ ആ ജനം ക്ഷീണിച്ചതായി ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ അഹരോന്റെ മരണശേഷം പിന്നെയും നമുക്ക് കാണാൻ കഴിയും, കനാന്യ രാജാക്കന്മാർക്ക് അവർ വിരോധമായി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ സ്തോത്രം ഒന്നിനു പിറകെ ഒന്നായി വിവിധ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ വിശ്വാസ ജീവിത യാത്രയിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു പ്രത്യാശയുണ്ടായിരുന്നു, അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ, ഭാരങ്ങൾ, പ്രതിസന്ധികൾ, വേദനകളൊക്കെ കടന്നു വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് സ്തോത്രം, ഈ സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിശ്വാസ ജീവിത യാത്ര ചെയ്യുന്നവരാണ്. ഈ മരുഭൂമി യാത്രയിൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ഓരോ ദൈവമകൾക്കും കടന്നു വരാൻ ഇടയായിത്തീരും. പക്ഷേ അവിടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉറപ്പ്, നമ്മുടെ ഹൃദയത്തിന്റെ ധൈര്യം, നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യാശ ഏത് നിലയിലായിരിക്കുന്നുവെന്ന് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ ഇടയായിത്തീരണം. പലപ്പോഴും അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച വലിയവനാ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതായ വലിയൊരു ഉറപ്പ് അവർ പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരമായി അവരെ മാനുഷ്യമായിരിക്കുന്ന ബുദ്ധി മുൻപിൽ വരികയും അവര് പലപ്പോഴും ഭാരപ്പെടുകയും ചെയ്യുകയാണ്. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ മക്കളെയും നമ്മെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, നാമും ഒരു സദ്വർത്തമാനം കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. വിശ്വാസത്തിൽ പലപ്പോഴും പലരും വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോഴാണ് ഒരിക്കലും ചിന്തിക്കാത്ത പല പ്രതിസന്ധികളും അവരുടെ മേൽ കടന്നു വരുന്നത്. ഒരിക്കലും ചിന്തിക്കാത്ത ചില കഷ്ടങ്ങൾ കൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്തോത്രം ലാലു പാസ്റ്റർ ഒരു ആരാധനാലയമൊക്കെ ഒരുക്കി വളരെ സന്തോഷത്തോടുകൂടെ, വളരെ താല്പര്യത്തോടെ, വളരെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്ന അളവിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അപകടം തന്നെ മേൽ കടന്നു വരുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഇറങ്ങി വന്ന് തന്നെ സംരക്ഷിച്ചതായിട്ട് നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. വാസ്തവത്തിൽ ഉള്ളൊലഞ്ഞു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, വലിയ നഷ്ടം തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അത് ഉലഞ്ഞു പോകാതെ വീണ്ടും ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചുക്കാൻ പിടിക്കാനും മുന്നിൽ നിൽപ്പാനും ഒക്കെ തക്കവണ്ണം കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്തുന്നു. അവിടെ താൻ പതറിപ്പോയില്ല. വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും ഇതൊരു പാഠം തന്നെയാണ്. ഉള്ളൊലിഞ്ഞു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, പിന്നെ പ്രത്യാശയോടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ മുന്നേറാൻ കഴിയുന്നത് വലിയൊരു പ്രത്യാശയാണ്. സ്തോത്രം. അപ്പോൾ ആ വഴി നിമിത്തം ജനം ഭാരപ്പെട്ടു, അവരുടെ മനസ്സ് ക്ഷീണിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ ഇങ്ങനെ അതിന്റെ 3-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മഴുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ എന്ന് ഒരു ദൈവത്തിന്റെ വചനമുണ്ട്. സ്തോത്രം. നാമും പുതിയ നിയമവിശ്വാസികളായി കർത്താവിന്റെ പുറകെ യാത്ര തിരിക്കുന്നവരാണ്. നമുക്കും പലപ്പോഴുമുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അവിചാരിതമായി കടന്നു വരുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, മരണങ്ങൾ, അതുപോലെ രോഗങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തികമായ പരാധീനതകൾ, അങ്ങനെ നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നാമും നമ്മുടെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നാം കടന്നു വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്
എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. സ്തോത്രം. നമ്മുടെ അന്തരാത്മാവ് ക്ഷീണിച്ചു പോയാൽ, സ്തോത്രം, നമുക്ക് നിശ്ചയമായും മടുപ്പുണ്ടാകും. ഹല്ലേലൂയ. നാമും അതെ അവരെ പോലെ തന്നെ പച്ചയായ മനുഷ്യരാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ സ്തോത്രം നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് കൃത്യമായി പറയുന്നുണ്ട്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവൻ അലക്ഷ്യമാക്കി, സ്തോത്രം, ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വാസത്തിന്റെ നായകനാണ്. അത് പ്രത്യേകത എന്ന് പറയുന്ന കർത്താവ് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് നാം ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ, കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രത്യാശയോടെ നാം ഒരു കാര്യത്തെ തുടങ്ങി വെച്ചാൽ, നമ്മുടെ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. കർത്താവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. താൻ മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം, സ്തോത്രം, കൃത്യമായി താൻ നിറവേറ്റപ്പെടാനിടയായി തീർന്നു. സ്തോത്രം. അതിനുവേണ്ടി സഹിക്കേണ്ടതായിരിക്കുന്ന സകല കഷ്ടങ്ങളും ഭൂമിയിൽ താൻ സഹിച്ചു. അങ്ങനെ സ്തോത്രം, താൻ വിശ്വാസത്തോടെ യാത്ര ചെയ്യുമ്പോൾ, സ്തോത്രം, തന്നെ സേവിക്കുന്ന, തന്നെ പിൻപറ്റുന്ന, തന്റെ പുറകെ യാത്ര തിരിക്കുന്ന ഏതൊരു ഭക്തനും പിൻപറ്റാവുന്ന തരത്തിൽ വിശ്വാസ ജീവിതം ഓട്ടം അതേ തികച്ച കർത്താവിനെ നാം പിൻപറ്റുകയാണ്. ആ ഒരു കർത്താവിനെയാണ് പിതാവ് നമുക്ക് ദാനമായി നൽകി തന്നിരിക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കുക. സ്തോത്രം. നമുക്ക് നോക്കാൻ ഒരു ഇടമെന്ന് പറയുന്നത് കർത്താവിന്റെ മുഖം മാത്രമാണ്. കാരണം കർത്താവ് നമ്മുടെ മുമ്പിൽ ഓടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ മക്കളെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ നാമും ചില ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണം വരുന്നതുവരെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, നമ്മുടെ പ്രത്യാശ കുറഞ്ഞു പോകാതെ നാം അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കുന്നവരാണ്. ചിലപ്പോൾ ഒരുപക്ഷെ സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലത് കാലതാമസം വരുമ്പോൾ, ചിലത് നടക്കാതിരിക്കുമ്പോൾ, ചിലതിനെ യാതൊന്നും കാണാതിരിക്കുമ്പോൾ, സ്തോത്രം, നമുക്കൊരു പക്ഷേ സംശയ വിചാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിചാരിക്കാത്ത കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് വിചാരിച്ച് നാം ആരോടും പറയാൻ കഴിയാതെ ഭാരപ്പെടുമ്പോഴും, സ്തോത്രം, അവിടെ നമുക്ക് ക്രൂശിനെ സഹിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമുക്ക് മുൻപായി ഓട്ടം ഓടി തികച്ച് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയ കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ, പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ സ്തോത്രം ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവീൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിന്റെ വിശ്വാസ ജീവിത യാത്രയിൽ നമുക്ക് ക്ഷീണിച്ച് മടുത്തു പോകേണ്ട ഒത്തിരി അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ മേൽ കടന്നു വരും. എന്നാൽ നാം അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? സ്തോത്രം. വിചാരിക്കാത്ത സമയത്താണ് പലരും വിശ്വാസം വിട്ടുപോകുന്നത്, പലരും ക്ഷീണിച്ചു പോകുന്നത്, തകർന്നു പോകുന്നത്. ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ മരണമായിരിക്കാം, ചിലപ്പോൾ കടഭാരമായിരിക്കാം, ചിലപ്പോൾ പ്രതിസന്ധികൾ പലതുമായിരിക്കാം. സ്തോത്രം. അവിടെയെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ മുൻപാകെ ഒരു കർത്താവ് നമ്മുടെ മുൻപാകെ ഓടുന്നുണ്ട്. അവന്റെ കരം ബലമുള്ള ഭുജമാണ്. അവന്റെ ഭുജം നമ്മെ പിടിപ്പാൻ ശക്തനാണ്. നമ്മെ സ്തോത്രം ഓട്ടമോടി തികക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് രാത്രികാലം സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയാൻ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ സ്തോത്രം ധ്യാനിച്ചുകൊള്ളുവിൻ. കർത്താവ് നായകനായി നമ്മുടെ മുൻപാകെ ഓടുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. നാം വിശ്വാസത്തോടുകൂടെ ദൈവമുൻപാകെ താല്പര്യത്തോടെ ഏത് പദ്ധതികൾ കൂടെ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു, അവിടെ നാം നിരന്തരമായി കർത്താവിന്റെ അടുക്കലേക്ക് നോക്കിയാൽ നിശ്ചയമായും അതിനെ പൂർത്തീകരിക്കുന്ന ദൈവമാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഉള്ളം ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, നമ്മുടെ മുൻപാകെ വെച്ചിരിക്കുന്ന പ്രത്യാശ, നിത്യത പ്രത്യാശ കർത്താവ് നമുക്ക് വെച്ചിരിക്കുമ്പോൾ ആ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ എന്നെ പരിപൂർണമായി പിന്നെയും താഴ്ത്തുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അടുത്തു പോകാതെ സ്തോത്രം നമുക്ക് മുന്നേറാം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന പോലെ വിശ്വാസത്തിൽ സമ്പന്നരായി, ആരോഗ്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി
ദൈവരാജ്യത്തിന് ഇവിടെ നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനും അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. വചനം സംസാരിപ്പാൻ അതേ അവസരമൊരുക്കിയ കർത്താവിനെ വിലപ്പെട്ട ദാസന്മാർക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട് കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. ഓർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയുള്ള വഴി ഗംഭീരമായിരുന്നു. നമ്മുടെ ജീവിതയാത്ര അങ്ങനെ തന്നെയാണ്. ദൈവം നീണ്ട വഴിയിലൂടെ ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോയേക്കാം. എന്നാൽ അത് ശിക്ഷിക്കാനല്ല, നമ്മെ ഒന്ന് തയ്യാർ ചെയ്യുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യാത്രയിൽ ഒരുപക്ഷെ ക്ഷീണമുണ്ടാകും, വൈകല്യങ്ങൾ വരും. പക്ഷേ നമ്മളെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരുപക്ഷെ നമ്മുടെ യാത്ര അതിദീർഘമാണെങ്കിലും പ്രൈസ് ദി ലോർഡ് നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. യാത്രയിൽ ക്ഷീണങ്ങൾ ഉണ്ടാകാം, നിരാശകൾ ഉണ്ടാകാം. എന്നാൽ സ്തോത്രം, നമ്മുടെ കണ്ണ് ദൈവത്തിൽ നിന്ന് മാറ്റാതിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭയം, നിരാശ, ചിന്ത എല്ലാം മാറ്റിവെച്ച് യേശുവിലേക്ക് നോക്കുക. അതാണ് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നമ്മളെ വിടുവിച്ച വിശ്വാസത്തിന്റെ നായകനും പൂർത്തിമാറ്റനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓടുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഷൊർണൂർ പോലുള്ള സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. താൻ പറഞ്ഞ നല്ല വാക്കുകൾക്കായി സ്തോത്രം. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പല പ്രിയപ്പെട്ടവരും എനിക്കറിയാം, നമ്മൾ തുടങ്ങിയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു. പല പ്രിയപ്പെട്ടവരും മതിയാക്കി പിന്മാറുമ്പോൾ പ്രത്യേക കർത്താവിന്റെ ദാസനെ പോലുള്ളവരൊക്കെ വളരെ ഹല്ലേലൂയ സജീവമായി ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവല്ല എന്ന് ഹല്ലേലൂയ സ്തോത്രം കേൾക്കുവാൻ ദൈവം സഹായിക്കുന്നു. പ്രത്യേക ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ പ്രിയ സിസ്റ്റർ ലീല കൃഷ്ണൻ ആന്റി ഒരു പാട്ടിന്റെ ചില വരികൾ പാടും. പ്രിയ കർത്താവിന്റെ ദാസി ചെന്നൈയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ പ്രിയ സഹോദരി വളരെ ആത്മാർത്ഥതയോടെ നമ്മളെ സ്നേഹിക്കുന്ന ഈ പഠനത്തെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രിയ സഹോദരിയാണ്. ഒത്തിരി പേരെ നമ്മുടെ ക്ലാസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആയി തീർന്നു. അതുപോലെ നമ്മളോടൊപ്പം ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത പ്രിയ LC സാബു, താൻ ആദ്യകാലങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ടു. വളരെ ആശുപത്രിയിൽ ആയിരുന്നു. എന്നാൽ ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രിയ സിസ്റ്റർ ലീല കൃഷ്ണനൊക്കെ അവരെ വിസിറ്റ് ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാം. പ്രിയ സിസ്റ്റർ ലീല കൃഷ്ണൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് ഫാസ്റ്റർ. അഗപ്പ ബൈബിൾ കോളേജിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബൈബിൾ കോളേജ് ഇത്രയും അനുഗ്രഹമായി തീർന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ലാലു ജേക്കബ് പാസ്റ്റർ, ഷാജി കെ പാസ്റ്റർ, അതേപോലെ എല്ലാ അധ്യാപകന്മാരെ എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഒരു പാട്ട് പാടാൻ വന്നു. 60 വർഷം പഴക്കമുള്ള ഒരു പാട്ടാണ്. എൻ്റെ മനസ്സിൽ അത് ഇന്നും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പാട്ട് ഇവിടെ പാടുന്നു. പ്രൈസ് ലോർഡ്. ജയഗീതം ഗീതം പാടിടുക ക്രിസ്തേശുവിൻ സൈന്യങ്ങളെ, അനുദിനവും യേശുരാജാതിരാജൻ വാണിടട്ടെ, ബാബേൽ കോട്ട വീണിടട്ടെ, സ്തുതിധ്വനിയാ നാം ഇന്നു പാടിപ്പുകഴ്ത്തിടാം, നാടെങ്ങും മുഴങ്ങട്ടെ തന്നാമം, തേജസ്സെഴുന്ന ക്രൂശിൻ സുവാർത്ത ദേശരകിലേരുമറിയട്ടെ. ജയഗീതം ഗീതം പാടിടുക ക്രിസ്തേശുവിൻ സൈന്യങ്ങളെ, അനുദിനം ഘോര വിപത്തുകൾ അണഞ്ഞാലും പാരിടമിളകിയുലഞ്ഞാലും പതറുകയില്ല
യേശുവിൻ ജനത പാട്ടുപാടിയുണർന്നിടുമേ. ജയഗീതം ഗീതം പാടിടുക ക്രിസ്തേശുവിൻ സൈന്യങ്ങളെ അനുദിനവും. നാം അവൻ ജനമായി നിരന്തരം വാണിടും അനവധി യുഗായുഗം. ദൈവകൂടാരം മാനവ മുൻപിൽ താണിറങ്ങിടും അനന്തരം. ജയഗീതം ഗീതം പാടിടുക ക്രിസ്തേശുവിൻ സൈന്യങ്ങളെ അനുദിനവും. യേശുരാജാതിരാജൻ വാണിടട്ടെ, ബാബേൽ കോട്ട വീണിടട്ടെ, സ്തുതി ധ്വനിയാ. യേശുതൻ വഴിയും വാതിലുമാ, ഏവർക്കും കടന്നിടാം ആ വഴിയെ. ധൈര്യമായി ചെല്ലും വൈരിയെ വെല്ലും ക്രൂശിൻ വചനം സുവിശേഷം. ജയഗീതം ഗീതം പാടിടുക ക്രിസ്തേശുവിൻ സൈന്യങ്ങളെ അനുദിനവും. യേശുരാജാതിരാജൻ വാണിടട്ടെ, ബാബേൽ കോട്ടകൾ വീണിടട്ടെ, സ്തുതി ധ്വനിയായി. ഹല്ലേലൂയ, സ്തോത്രം. 2 ലൈൻ പാടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. പാസ്റ്ററിനും നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിനും എല്ലാവരെയും എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ ലീല കൃഷ്ണനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെപ്പോലുള്ള അനേകരുടെ പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ദൈവം നിങ്ങളിലൂടെ ഒക്കെ ചെയ്യുന്ന, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ജനം നമ്മളോടൊപ്പം ഉള്ളത് വളരെ അനുഗ്രഹമാണ്. നിങ്ങളുടെ നല്ല സാക്ഷ്യങ്ങൾ ഒക്കെ കേൾക്കുന്നത് സന്തോഷമാണ്. നമ്മൾ ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾക്കൊക്കെ അനുഗ്രഹമായി തീരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ അധികം ഒന്നുമില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാസ്റ്റർ ജോയ്ക്കുട്ടി, ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ഹിന്ദി സർവീസ് തുടങ്ങുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന മലയാളികളുടെ മാത്രം, നമ്മളൊക്കെ അങ്ങ് സന്തോഷിക്കുന്നവരാ. 5-6 മലയാളികളെ കിട്ടിയാൽ നമ്മുടെയൊക്കെ ആഗ്രഹം മലയാളികളിൽ മാത്രം സുവിശേഷം കേട്ടാൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഈ ദേശത്തൊക്കെ ഒത്തിരി ഹിന്ദിക്കാരുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്, പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും സകല ജാതികളിലും സകല ഭാഷയിലും സകല വംശങ്ങളും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങനെ വിശ്വാസത്താൽ ഒരു ഹിന്ദി സർവീസ് തുടങ്ങുവാൻ ഇടയായി തീർന്നു. ആ കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഒരു ഹിന്ദി ഒരു കുടുംബം എന്നെ വിളിപ്പാൻ ഇടയായി തീർന്നു. അടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ പ്രവർത്തനത്തെ ഓർത്ത് ഖത്തറിലെ നമ്മുടെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഖത്തറിലാണെന്ന്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ കർത്താവിന്റെ ദാസൻ അല്പമായിട്ട് പാസ്റ്റർ ഷാജി കെ ഡാനിയലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം പാസ്റ്റർ ഷാജി കെ ഡാനിയൽ ചില വാക്കുകൾ പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജോയ്ക്കുട്ടി, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന ഇപ്രകാരം സോമിൽ കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 1979 കർത്താവിന്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ വാരണാസിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എനിക്കിടയാക്കി. അവിടെ 3 വർഷം ബൈബിൾ കോളേജ് പഠിച്ചു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലെ പല മിഷൻ ഫീൽഡിലും മിഷൻ സ്കൂളിലൊക്കെയും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചു. സ്തോത്രം. 2004 ഹല്ലേലൂയ എനിക്ക് UP വെച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് ദൈവം എന്നെ സൗഖ്യമാക്കി, എന്നെ വിടുവിച്ചു. ശേഷം വീണ്ടും UP യിൽ നിന്ന് ഞാൻ ബീഹാറിലേക്ക് പോകാനുള്ള ദൈവ ശബ്ദം ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ബീഹാറിലേക്ക് പോയി. കഴിഞ്ഞ 1.5 വർഷം വരെ അവിടെ ബീഹാറില് സ്തോത്രം സ്ഥിരമായി അവിടെ താമസിച്ച് സ്തോത്രം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ബീഹാറിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും കടന്നുപോയി അവിടുത്തെ ഒരു പയനിയർ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. പല ജീവിത അനുഭവങ്ങൾ കൂടി സ്തോത്രം. നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളതുപോലെ അല്ല. പ്രത്യേകിച്ച് മിഷൻ ഫീൽഡിലെ ലൈഫ് എന്ന് പറയുമ്പോഴും പല ചലഞ്ചസ് ഉണ്ട്. എന്നാൽ അവിടെയൊക്കെയും ദൈവമായ കർത്താവിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് സ്തോത്രം എന്റെ ജീവിതം കൊണ്ട് അനേകർക്ക് ആശ്വാസവും വിടുതലും ഹല്ലേലൂയ ആയിത്തീരുവാൻ തക്കവണ്ണം
ഫസ്റ്റ് ജനറേഷൻ ഡിസ്റ്റൻസിനിടയിൽ തന്നെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് സഹായിച്ചു. ഇതുവരെയും ഇത്രയും എൻ്റെ സർവീസിൽ ഹല്ലേലൂയ ഞാൻ മലയാളികളുടെ ഇടയിൽ വളരെ കുറച്ച് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ നോർത്ത് ഇന്ത്യ UP യിലായിരുന്നപ്പോഴും ബീഹാറിലായിരുന്നപ്പോഴൊക്കെയും ഫസ്റ്റ് ജനറേഷൻ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം അനേകരെ ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്തിട്ട് ക്രിസ്തു വിശ്വാസത്തിന് അനേകരെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. ഇവിടെ എൻ്റെ മകൾ ഇവിടെ ഖത്തറിലാണ്. അതുകൊണ്ട് ജസ്റ്റ് അവധി കിട്ടുമ്പോഴൊക്കെ ഞാൻ ഏകദേശം എല്ലാ വർഷവും ഇവിടെ ഖത്തറിൽ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഖത്തറിൽ ഐഡിയ ഉണ്ടായതുകൊണ്ട് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇപ്പം ID കിട്ടിയിട്ട്. നേരത്തെ നിയമം ഉണ്ടായിരുന്ന ഒരു ഏജ് കഴിഞ്ഞാൽ ഇവിടെ ഖത്തറിൽ ഇങ്ങനെ ID കിട്ടാനായിട്ടൊക്കെ വലിയ പ്രയാസമായിരുന്നു. എന്നാൽ ദൈവം അതിനുവേണ്ടിയുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി ഖത്തർ ID കിട്ടുവാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് സഹായിച്ചു. സ്തോത്രം. അതിനുശേഷം ഇവിടെ നിന്നപ്പോൾ ഞാൻ കർത്താവിന്റെ ദാസന്റെ ഈ വിഷയത്തിന് വേണ്ടി സംസാരിക്കുകയും അങ്ങനെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ ഖത്തറിൽ ഒരു ഹിന്ദി സർവീസ് തുടങ്ങണമെന്ന്. ഇവിടെ ഞാൻ നേരത്തെ ഖത്തർ വന്നപ്പോൾ 6 മാസം ഖത്തറിലെ നേപ്പാളി ചർച്ചില് AG നേപ്പാളി ചർച്ചില് ഇവിടെ അന്ന് വന്ന സമയത്ത് പാസ്റ്റർ ഇല്ലായിരുന്നു. അങ്ങനെ നേപ്പാളി ചർച്ചില് സ്തോത്രം ഒരു നല്ല പ്രവർത്തനം നടക്കുവാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് സഹായിച്ചു. അപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഹിന്ദി സർവീസ് ഇവിടെ തുടങ്ങണമെന്ന്. അതിനുവേണ്ടിയുള്ള മുഖാന്തരങ്ങൾ സ്തോത്രം ദൈവമായ കർത്താവ് ഒരുക്കി. വളരെ പ്രാർത്ഥനയോടെ ഞങ്ങള് ഹല്ലേലൂയ കഴിഞ്ഞ ഈ സൺഡേ ഈ ഫ്രൈഡേയില് ഒരു പ്രവർത്തനം തുടങ്ങി. സ്തോത്രം. തുടക്കത്തിൽ അധികം ആൾക്കാരൊന്നുമില്ല. എല്ലാ തുടക്കവും വലിയ പ്രയാസമാണ് എങ്കിൽ സ്തോത്രം. എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഒരു വലിയ പ്രവർത്തനം ഇവിടെ ഖത്തറിൽ നടക്കുമെന്ന് ഹല്ലേലൂയ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഉള്ള മോട്ടിവേഷനും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പാസ്റ്റർ ലാലു ജേക്കബ് സാറിന് കിട്ടുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പ്രാർത്ഥനയോടെ ദൈവം നമ്മളൊക്കെയും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ സ്തോത്രം ദൈവം ഖത്തറിലെ നല്ലൊരു ഹല്ലേലൂയ ഒരു വലിയ കൊയ്ത്തിനെ സ്തോത്രം ഖത്തറിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. അത് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ആത്മാർത്ഥമായിട്ട് മുന്നേറാം. ഈ പ്രവർത്തനത്തെ നമ്മുടെ ഈ പ്രവർത്തനത്തിലെ ചർച്ചിന്റെ ഈ ഹിന്ദി സർവീസിന്റെ പ്രവർത്തനത്തെ സ്തോത്രം നമ്മുടെ പ്രവർത്തനമാണ്. അതിന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് സ്തോത്രം ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് സമയം അന്വേഷിക്കുന്ന നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരിക്കുന്നു. എല്ലാവർക്കും വിശേഷിച്ച് പാസ്റ്റർ ഷാജിക്ക് ഡാനിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും ഞാൻ കേൾക്കുവാൻ തന്നെ അനേക പ്രസംഗങ്ങൾക്കൊക്കെ കേൾക്കുവാൻ കാരണം ഇടയായിത്തീരുന്നുണ്ട്. ഖത്തറിൽ വന്നപ്പോഴേ പലരോട് പറഞ്ഞിട്ടുണ്ട് ഖത്തറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതൊക്കെയും അഭിഷക്തന്റെ ഹല്ലേലൂയ ശുശ്രൂഷകളും അനുഗ്രഹങ്ങളും സ്തോത്രം ആത്മീയ കൂട്ടായ്മകളൊക്കെയും ഇവിടുത്തെ പ്രവർത്തനത്തിന് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നിച്ച് യൂണിറ്റി ആയിട്ട് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന്റെ നല്ല വാക്കുകൾക്കായി സ്തോത്രം. വളരെ എനർജറ്റിക് ആയിട്ട് ഈ കാലഘട്ടത്തിലും ദൈവവേല ചെയ്യുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പ്രിയ ഷാജി കെ ഡാനിയൽ പാസ്റ്റർ വളരെ തിരക്കിലായിരുന്നു എങ്കിലും നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം നമ്മളോട് സംസാരിക്കും. പാസ്റ്റർ ഷാജി കെ ഡാനിയൽ പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാവിലെ യാത്രയിലായിരുന്നു. പാസ്റ്റർ ലാലുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ ഒക്കെ കയറാമെന്ന്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ വൈഫ് ലോഗിൻ ചെയ്തപ്പോൾ പാസ്റ്റർ ജോയ്ക്കുട്ടി മെസ്സേജ് കൊടുക്കുന്നത് ഞാൻ കേട്ടു. അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്കിന്ന് ലഭിച്ചു. നമ്മുടെ ഖത്തറിലെ ഹിന്ദി സർവീസിന്റെ പാസ്റ്റർ ജോയ്ക്കുട്ടിയുടെ സംസാരം ഇപ്പോൾ കേട്ടുവല്ലോ. 2 ജോയ്ക്കുട്ടിമാർ നമുക്കിപ്പോൾ ഉണ്ട്. അവരുടെ പേര് തന്നെ ജോയ്ക്കുട്ടി എന്ന് എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ജോയ് നമ്മുടെ മുഖത്ത് എപ്പോഴും കാണട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് സാറ്റർഡേ ആണല്ലോ. ഞങ്ങൾക്ക് ഇവിടെ മോർണിംഗ് തിരക്കുള്ള ദിവസമാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് നമ്മുടെ ചർച്ചിൽ ടാരി മീറ്റിംഗ് ഉണ്ട്. അവിടെ കടന്നു പോകണം. പാസ്റ്റർ ലാലു നമ്മളെ എവിടം വരെ അവസാന ഭാഗമാണല്ലോ അല്ലേ? അതെ 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 അതെ. ഓക്കെ. നിങ്ങളുടെ എല്ലാ ടെസ്റ്റിമണീസും പാട്ടുകളൊക്കെ അവസാനത്തെ പാട്ടേ ഞാൻ കേട്ടുള്ളൂ. എല്ലാം കേൾക്കാൻ ഒത്തില്ല. ഞാനൊരു ഫ്യൂണറലിന് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എത്രത്തോളം നമുക്ക് ഒന്നിച്ച് ചാപ്പൽ സർവീസായി കൂടുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ ബൈബിൾ കോളേജിന്റെ
പഠനങ്ങളൊക്കെ നന്നായി നടക്കുന്നത് കാണുവാൻ ഇടയാകുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാജുവേഷൻ ഏപ്രിലിൽ നടത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും നമ്മുടെ പത്തനംതിട്ടയിലെ കോളേജിൽ നിന്ന് പഠിക്കുവാൻ 3 വർഷത്തെ കോഴ്സ് പഠിക്കുവാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ അറ്റൻഡ് ചെയ്യുന്ന ഓൺലൈൻ കോളേജ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് ബാക്കി നമുക്കൊരു 30-40 പേരെ മാക്സിമം എടുക്കാം. അതാണ് നമ്മുടെ കപ്പാസിറ്റി അവിടെ നിന്ന് പഠിക്കുവാൻ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കണം. അതിൻ്റെ ഒരു ഫ്ലയർ അടുത്ത ആഴ്ച നമ്മൾ ഈ ഓൺലൈനിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇന്ന് പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊരു മെസ്സേജായിട്ട് എടുക്കുന്നില്ല, ചില കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ താല്പര്യമാണ്. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ മോശയുടെ ജീവിതം നമുക്ക് പഠിക്കുവാൻ അനേക പാഠങ്ങൾ നമുക്കുണ്ട്. മോശയുടെ ജീവിതം കർത്താവ് ഒരു വ്യക്തിയെ കണ്ടാൽ, കർത്താവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ, ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനവും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ദൈവത്തിൻ്റെ കരുതലും ഒക്കെ അനുഭവിക്കുവാൻ ഇടയാകുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് അവനെക്കുറിച്ചൊരു ദർശനം ഉണ്ടായിരുന്നു. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളൊരു അവിടെ ഒരു വാക്യം കാണാം. അവിടെ മാതാപിതാക്കളുടെ വിശ്വാസമാണ് മോശയെ ഒളിപ്പിച്ചു വെക്കുവാനും അവനെ സൂക്ഷിക്കുവാനും ഒരു പ്രേരണ കൊടുത്തത്. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്ന, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ആദ്യമായി ഈ ശിശുവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് വിശ്വാസത്തിൽ കാണുവാൻ മാതാപിതാക്കൾക്കാണ് ദൈവം ദർശനം കൊടുത്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ദൈവമക്കൾ, നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്താൽ ഒരുക്കപ്പെടുവാൻ പരിശ്രമിക്കുന്നവരുമാണെന്നുള്ള വിശ്വാസം നമ്മളിൽ തന്നെ ഉടലെടുക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ മുന്നേറുവാനുള്ള ആഗ്രഹം ദൈവം തരുന്നത്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തെങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അപ്പോൾ ദൈവമക്കൾ കാണേണ്ട ചില വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകളുണ്ട്, ചില ദർശനങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ വിശ്വാസത്താൽ ദർശനം കാണും. നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവരേത് രീതിയിലാകണം എന്നുള്ള ദർശനം ദൈവം നമുക്കാണ് തരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതും കർത്താവിൽ വിശ്വാസത്തിന് മുന്നോട്ട് പോകുമ്പോൾ ചെയ്ത് നമ്മളെക്കുറിച്ചൊരു വലിയ ദർശനം നമുക്ക് ഉണ്ടാകണം. അപ്പൊ ആ ദർശനം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസം. അപ്പൊ ആ ദർശനം കിട്ടിയത് കൊണ്ടാണ് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ രാജാവിന്റെ കൽപ്പനയുണ്ട്, ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്ന് തള്ളണമെന്നുള്ള കൽപ്പന. അപ്പോൾ ആ കൽപ്പന പോലും സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തി ഈ മകനെ സൂക്ഷിക്കുവാനുള്ള ഒരു ദർശനം ദൈവം അവർക്ക് കൊടുത്തത്. ആ ഒരു ദർശനം കൊള്ളതുകൊണ്ടാണ് ഇവനെ സൂക്ഷിച്ചു വെക്കുവാൻ അവർ തീരുമാനിച്ചു. അവനെ നശിപ്പിക്കുവാൻ, ശത്രുവിന്റെ കയ്യിൽ കൊടുക്കുവാൻ അവർ അനുവദിക്കാതെ അവരുടെ ജീവിതത്തെ തന്നെ റിസ്ക് ചെയ്ത് അപ്പോൾ അവന് അങ്ങനെ ഒരു സംഭവം എടുത്തു. അപ്പൊ നമ്മുടെ ദർശനം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും റിസ്ക് ചെയ്യും. കർത്താവിന് വേണ്ടി എന്തും സഹിക്കുവാനും എന്തും ത്യാഗം ചെയ്യുവാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരു കൃപ ദൈവം നമുക്ക് തരും. അപ്പൊ അതുപോലെ തന്നെ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ ആ സെയിം വിശ്വാസം മോശയുടെ ജീവിതത്തിലും ദൈവം കൊടുത്തു. മാതാപിതാക്കളുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പൊ മോശയും തിരഞ്ഞെടുത്തു. നമുക്കറിയാം, മോശയെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. സ്വന്തം ജനത്തിന്റെ നെടുവീർപ്പ് കേട്ട് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു, എനിക്ക് ഇവരെ വിടുവിക്കുവാൻ, ഇവരെ പുറത്തു കൊണ്ടുവരാൻ ഒരു നായകനെ ആവശ്യമാണ്. ആ നായകനെ മോശയിലൂടെയാണ് ദൈവം കണ്ടത്. അപ്പൊ മോശ ജനിക്കുമ്പോൾ തന്നെ അവന് കുറവുകൾ ഉണ്ടായിരുന്നു, അപാകതകൾ ഉണ്ടായിരുന്നു. അവനെ നശിപ്പിക്കുവാൻ ശത്രു ഓടി നടക്കുകയായിരുന്നു. പക്ഷേ അവന്റെ മാതാപിതാക്കളുടെ വിശ്വാസം അവനെ സൂക്ഷിച്ചു. പക്ഷേ അവനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, ഒളിച്ചു വെക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവനെ വീണ്ടും സുരക്ഷിതമായി നദിയിലൂടെ ഒഴുക്കി വിടുവാൻ ഒരു പേടകമൊക്കെ ഉണ്ടാക്കി
അവര് വിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ പദ്ധതി, അവനെ ആര് നശിപ്പിക്കാൻ ശ്രമിച്ചുവോ ആ കൊട്ടാരത്തിൽ വളരുവാൻ ദൈവം അവസരം കൊടുത്തു. ദൈവവൈതലെ നമ്മളെ ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ സൂക്ഷിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ദൈവത്തെ നമുക്ക് ഇന്ന് രാത്രികാലം നന്ദിയോടെ സ്തുതിക്കാം. ശത്രുവിന്റെ കൊട്ടാരത്തിൽ തന്നെ അവൻ വളർന്ന് അവനെ ഒരു അനുഗ്രഹ പാത്രമാക്കി മാറ്റിയ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ദൈവത്തിന് അവനെ അട്രാക്ട് ചെയ്യാനുള്ള സമയത്ത് ദൈവം അവന് മുൾപ്പറപ്പെടുന്ന ഒരു ദർശനം കൊടുത്തു. ദൈവത്തോട് അവനെ അടുപ്പിച്ചു. അവൻ തീ കത്തുന്നുണ്ട്, അവൻ വലിയ ഈ മുൾപ്പറപ്പ് വെന്തു പോകുന്നില്ല. അപ്പം അവന് അത്ഭുതകരമായ കാഴ്ച കൊടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ മുന്നിലിട്ട് ദൈവത്തിലേക്ക് അവനെ ആകർഷിച്ചു. അവനെ ഒരു ദൈവദാസനാക്കി വിടുവിക്കുന്ന ഒരു നായകനാക്കി മാറ്റിയെടുത്ത ദൈവത്തിന്റെ വലിയ പദ്ധതി. ഇതൊക്കെ തുടങ്ങി എവിടെ നിന്നറിയാമോ? വിശ്വാസത്താൽ തൻ്റെ മാതാപിതാക്കൾ ഇവനിൽ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ദൈവവൈതലേ, നമ്മുടെ ഈ ബൈബിൾ കോളേജിനെ കുറിച്ച് നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. നമ്മുടെ പഠിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം, മോശ ദൈവവുമായി സംസാരിക്കുന്ന വിഷയം. മോശ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, കർത്താവേ, നീ എന്നോട് സംസാരിച്ചപ്പോഴും അതിന് മുൻപും ഞാൻ വിക്കന, നീ എന്നെ തെരഞ്ഞെടുക്കരുത്, ഞാൻ അപ്രാപ്തനാണ്, എനിക്ക് കഴിവുകളില്ല, എനിക്ക് നിന്റെ വാക്കുകൾ ഫറവോന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ, ശക്തമായി സംസാരിക്കുവാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ പദ്ധതിയിൽ നിന്നും മാറുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവനോട് ചോദിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചത്, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്റെ നാവോടുകൂടെ ഞാൻ ഇരിക്കും. ഇന്ന് രാത്രികാലം നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശബ്ദമാണ്, നമ്മളോട് കൂടെ ഇരിക്കുമെന്നുള്ള ഒരു ദൈവശബ്ദം. ദൈവവൈതലേ, നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളായി, നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളത് കൊണ്ട് നമ്മളുടെ ബലഹീനതകളൊക്കെ കണക്കിടാതെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മളോട് കൂടെ ഇരിക്കും. മോശ ജനനത്തിങ്ങൾ തന്നെ സുന്ദരനാണെന്ന് തൻ്റെ മാതാപിതാക്കൾ കണ്ടു. ദൈവം നമ്മളെ കുറിച്ച് നോക്കുന്നത്, നമുക്കെല്ലാം യുണീക്കായ സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ട്, അഭിഷേകം തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ മനോഹരമാണെന്ന് ദൈവം കാണുന്നത് കൊണ്ട് നമ്മളെ പലവിധമായ പദ്ധതികൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ എടുക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ, ഇന്ന കുറവുകൾ എനിക്കുണ്ട്, ബലഹീനത എനിക്കുണ്ട്, എനിക്ക് അസാധ്യതമായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്നത് നല്ലതാ. ദൈവം ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്ന രീതിയിലാണ് മോശയും ദൈവമായിട്ടുള്ള സംസാരം. അവൻ കഴിവതും ബലം പ്രയോഗിച്ച് നോക്കി ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വിട്ടുമാറും. പക്ഷെ ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും, നിന്റെ എൻ്റെ വാക്കുകൾ സംസാരിക്കും, ഞാൻ നീ പോകുന്നിടത്തൊക്കെ നിനക്ക് ഞാൻ ഫേവർ തരും. നമുക്കറിയാം, ദൈവം വലിയ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഫറവോന്റെ മുൻപിൽ ദൈവമാണെന്ന് തെളിയിക്കുവാൻ മോശയ്ക്ക് സാധിച്ചതുകൊണ്ട് മോശ തന്റെ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരുന്ന ആ കാഴ്ച നമുക്ക് എത്ര അത്ഭുതകരമായ കാഴ്ചയാണ്. ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് മാതാപിതാക്കൾ അവനെ സൂക്ഷിക്കുവാൻ കാണിച്ച ആ വലിയ വിശ്വാസ ത്യാഗവും വലിയ സാക്രിഫൈസും. ദൈവമക്കളെ, ഞാൻ പെട്ടെന്നൊരു വാക്കുകൾ ചുരുക്കാം. മോശ തന്റെ ജനത്തെ നയിച്ചത്, ഇസ്രായേൽ മക്കളിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദൈവം തന്റെ ജനത്തെ കൊണ്ടുവരുവാൻ കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ പാത ഒരുക്കി, ഹല്ലേലൂയ, അവരെ കൊണ്ടുവന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു വ്യക്തി ഇറങ്ങിത്തിരിച്ചാൽ അവനിലൂടെ ദൈവം വൻ കാര്യം ചെയ്യും. അതാണ് ഇന്ന് രാത്രിയിലെ ദൈവിക സന്ദേശം. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ സാധ്യതകളെയും മാറ്റി, എല്ലാ തടസ്സങ്ങളെയും മാറ്റി, ദൈവം ശക്തനാണ്, ദൈവം അത്ഭുതവാനാണ്, ദൈവം വിടുവിക്കുന്നവനാണ്, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച്, നമ്മൾ കാണുന്ന ജനങ്ങളെ പഠിപ്പിച്ച് നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കുന്ന ആ വലിയവനായ ദൈവത്തിന്റെ കരുതലിനും കൃപയ്ക്കുമായി
ഇന്ന് രാത്രിയിൽ നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ജയത്തിലേക്ക് മുന്നേറും. ദൈവം നമ്മളെ നയിക്കുന്ന നായകനായി കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രതികൂലങ്ങളെയും ആരൊക്കെ നമ്മളെ പിടിച്ചു വെച്ചാലും ദൈവത്തിന്റെ ശക്തിയാൽ നമ്മളെ പുറത്തു കൊണ്ടുവന്ന് ഇരുമ്പോടാമ്പലുകളെയും താമ്രവാതിലുകളെയും തകർക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തിയും അഭിഷേകവും ഇറങ്ങി വന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികളും ദൈവം നിറവടിയായി ചെയ്തെടുത്ത് നമ്മളെ ദൈവം അത്ഭുതകരമായി നടത്തുമെന്നുള്ള ദൈവിക സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. മോശ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വന്നപ്പോൾ മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ദൈവം ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അവന്റെ കയ്യിൽ അത്രേ ഉള്ളായിരുന്നു. ആ നിഷ്കളങ്കമായ മറുപടിയില് ദൈവം ആ വടിയെ ദൈവം കരങ്ങളിലെടുത്ത് അഭിഷേകം ചെയ്ത് ആ വടിയാണ് സമുദ്രത്തിന്മേൽ അടിക്കുവാനുള്ള ശക്തിയുള്ള വടിയായി ദൈവം തന്റെ അടിയിൽ രണ്ടായി വെള്ളം മാറിയതൊക്കെ നമുക്കറിയാവുന്ന സംഭവമാണ്. ഇന്ന് രാത്രികാലം നിന്നിലുള്ള ഒരു ചെറിയ അഭിഷേകം മതി. ദൈവം അത് ദൈവസന്നിധാനത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ ശക്തി അതിലൂടെ വ്യാപരിച്ച് നിന്റെ വാക്കിൽ, നിന്റെ പ്രവൃത്തിയില്, നിന്റെ ഓരോരോ ജീവിതത്തിന്റെ സാഹചര്യത്തിലും ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച് നമ്മൾക്കൊരു വലിയ അത്ഭുത സാക്ഷിയാക്കി നമ്മളെ ഓരോരുത്തരെയും നിർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വിശ്വാസത്താൽ മോശയുടെ മാതാപിതാക്കൾ അവന്റെ ജനനത്തിൽ വെച്ച് തന്നെ സുന്ദരനായതുകൊണ്ട് അവനെ സൂക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചു. ഇന്ന് രാത്രികാലം നമ്മളിൽ തന്ന വിലയേറിയ സൗന്ദര്യം, വിലയേറിയ അഭിഷേകം, വിലയേറിയ വിശ്വാസം അത് വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതകരമായ കരുതലും വിടുതലും അഭിഷേകവും ഇറങ്ങി വന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തിയായി ദൈവം നമ്മളെ സൂക്ഷിക്കും. ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ കർത്താവിനോട് പറയാം, ദൈവമേ, എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയ അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ നെറ്റിന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ശക്തമായ ഒരു ദൂത് ഇന്ന് പകലും ഇന്ന് രാത്രിയിലും കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ച ദൈവിക കൃപകളൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ആവോളം പ്രവർത്തിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്ന യെശയ്യാ പ്രവചനം, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം. പ്രൈസ് ദി ലോർഡ്. അടിയനിതാ, അടിയനെ അയക്കണമേ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ് ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. അടുത്ത വർഷം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ അതിനുവേണ്ടി നിങ്ങളെയൊക്കെ ഒരു ബലപ്പെടുത്തണം. അവിടെ ജൂൺ മുതൽ പുതിയ കോഴ്സ് ആരംഭിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഏപ്രിലിൽ നമ്മൾ ദൈവം സഹായിച്ചാൽ നമ്മുടെ ഗ്രാജുവേഷനും നടക്കുന്നതാണ്. എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രൈസ് ദി ലോർഡ്. പക്ഷേ പറയുന്നു എന്തെങ്കിലും ലാസ്റ്റ്? ഓക്കെ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി പോകുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഗാപ്പയുടെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിപ്പാൻ ദൈവം സഹായിച്ചു. പല പ്രിയപ്പെട്ടവരും ചുമത്തറയിൽ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമ്മളോട് അതിനടുത്താണ് എന്നൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും അത് നന്ദി. പ്രത്യേകിച്ച് നമ്മൾ കൊട്ടാരക്കര, കോട്ടയം, അതുപോലെ ചിങ്ങവനം എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കും ഹല്ലേലൂയ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് അതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ, സ്തോത്രം, നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ കൈത്താങ്ങലുകളും നമ്മൾ തരുന്നതാണ്. കഴിഞ്ഞ ദിവസം പാലായിലുള്ള ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാലാ ടൗണിൽ വന്നാണ് ആരാധിക്കുന്നത്, ഞങ്ങളുടെ എത്രയോ കിലോമീറ്റർ ഉണ്ട്, ആ ദേശത്തൊന്നും ഒരു പ്രവർത്തനം ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അതുപോലെ പ്രവർത്തനങ്ങളില്ലാത്ത മേഖലകളിലൊക്കെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതിനുവേണ്ടി കാഴ്ചപ്പാടുള്ളവർ, കർത്താവിന്റെ ദാസൻ പറഞ്ഞു തരുക, ദർശനമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ അതിനു വേണ്ട കൈത്താങ്ങലുകൾ, പ്രാർത്ഥന കൈത്താങ്ങലുകൾ ഒക്കെ നമ്മൾ തരുന്നതാണ്. നിങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നു എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നല്ല ഹല്ലേലൂയ സ്തോത്രം, നല്ല വാക്കുകളൊക്കെ നമുക്ക് വളരെ ഉത്തേജനമാണ്. പ്രിയ സിസ്റ്റർ ഭാഗ്യലക്ഷ്മി അല്പം സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഇന്ന് അതിനുള്ള സമയമില്ല. അടുത്ത ചാപ്പൽ സർവീസിൽ തീർച്ചയായിട്ടും പ്രിയ സഹോദരിക്ക് നമ്മൾ സമയം അനുവദിക്കുന്നതാണ്. അതുപോലെ ദൈവവചനം പറയുവാനും ഒക്കെ ആഗ്രഹമുള്ളവർ ദയവായിട്ട് നിങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ടെസ്റ്റ് മണി, പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ദയവായിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. ആർക്കെങ്കിലും നമ്മുടെ ബൈബിൾ കോളേജിനെ പറ്റി എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചുരുക്കം വാക്കുകളിൽ അത് പറയുവാനുള്ള അവസരമുണ്ട്. അതിനുശേഷം നാം പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നല്ല പാസ്റ്ററെ, ഞാൻ സോഫി സിസ്റ്ററാണ്. ഞാൻ സുഖമില്ലാതെ ഡെങ്കു ഫീവറിൽ ഭാരപ്പെടുന്നു. പ്രത്യേകം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കേട്ടല്ലോ. പ്രിയ സിസ്റ്റർ എവിടുന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ഓദറയിൽ നിന്ന് ജോയിൻ ചെയ്തതാണ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ സോഫിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. താൻ ഡെങ്കു ഫീവറിനാൽ ഭാരപ്പെട്ടു. തന്റെ സൗണ്ട് നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നിട്ടും നമ്മുടെ ചാപ്പൽ സർവീസിലൊക്കെ ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. നാം ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം അയച്ച് പ്രിയ സഹോദരിക്ക് ഒരു പൂർണ്ണമായ സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മളൊന്ന് മുഖതാവിൽ തന്നെ അറിയില്ലെങ്കിലും ഹല്ലേലൂയ ദൈവാത്മാവിൽ ആ പ്രിയ സഹോദരി ഓദറ, തിരുവല്ലായ്ക്ക് അടുത്തുള്ള ഓദറ എന്ന് പറഞ്ഞ സ്ഥലത്തും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വചനമയച്ച് ആ പ്രിയ സഹോദരിയെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായി ഐക്യത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ, എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പറഞ്ഞതുപോലെ തന്നെ കർത്തൃദാസന് ഓർപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ദേശത്ത് ചെറിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ ശത്രുവിൻ്റെ വലിയ ഒരു ആക്രമണം ഉണ്ടായത് നിമിത്തം ഭവനത്തിലൊരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. 3.5 വർഷക്കാലം അത് കൊണ്ടുപോയി. നമുക്ക് മീൻസ് പറയാൻ വന്ന കാര്യം, നമുക്ക് ദൈവം തന്ന ദർശനത്തിനനുസരിച്ച് ഒപ്പം നിൽക്കാൻ ഒരു വ്യക്തി, അതുപോലെ ചുമല് തരാൻ വ്യക്തി. ഞാൻ വിഡോയാണ്. അപ്പോൾ 16 വർഷ വിശ്വാസി വന്നിട്ട് എൻ്റെ വിദേശം പാതിരപ്പള്ളിയാണ്, ആലപ്പുഴ. പക്ഷേ പല വർക്കുകൾ അവിടെ നടന്നെങ്കിലും ഒന്നും ശത്രു അനുവദിച്ചില്ല. AGയുടെ, IPCയുടെ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ, എന്നാലൊരു ഡെവലപ്മെന്റ് കാണിച്ചില്ല. എന്നാൽ കർത്താവ് ദേശത്ത് എന്നെ കൊണ്ടുവന്ന ശേഷം നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് അവിടെ ഒരു കൂട്ടായ്മ, ഭവനത്തിൽ കൂട്ടായ്മ തുടങ്ങി. പക്ഷെ അതും 3.5 വർഷം വരെ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാൻ ശരിക്കും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്യുവാൻ. അപ്പോൾ ദൈവം അനുവദിച്ചാൽ കർത്തദാസന്റെ അഗപ്പ ബൈബിൾ കോളേജിന്റെ എല്ലാ പിന്തുണയും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാലാദേശം പാതിരാപ്പള്ളി ആലപ്പുഴയിലുള്ള സ്ഥലത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം, സ്തോത്രം. തനിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആ ദേശത്ത് ഒരു നല്ല ഹല്ലേലൂയ പ്രവർത്തനം തുടങ്ങുവാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നാം ഒരുമിച്ച് താൻ നമ്മുടെ മധ്യത്തിൽ പറഞ്ഞതായ വിഷയം സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടു. സ്വത്രം അതിന്റെ മേൽ ഹല്ലേലൂയ നല്ല പ്രവൃത്തി അയക്കേണ്ടതിന്, ഒരു നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ആ പ്രിയ സഹോദരിയെയും ആ ദേശത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. ഇനിയും ആരെങ്കിലും
Praise the Lord. ഞാൻ ആ പാട്ട് അന്നേരം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ നല്ല ട്യൂൺ ചെയ്ത് പുറത്തിറക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അതിന് പ്രത്യേകം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. Praise the Lord. പ്രിയ സിസ്റ്റർ അഞ്ജു സാറ ഒരു പാട്ടിന്റെ പണിപ്പുരയിലാണ്. ദൈവം അത് നന്നായി ചെയ്തെടുപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് അനേക ക്രിസ്തീയ ആർക്ക് പാടി ആശ്വസിക്കുവാൻ കർത്താവ് തന്റെ കരങ്ങളെ ആ ലിപിയിലൂടെ പ്രവർത്തിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. Praise the Lord, 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 praise the Lord. Hallelujah. ഇനി ആരെങ്കിലും? Praise the Lord. ഇനി പ്രാർത്ഥന. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് രാത്രി ചാപ്പൽ സർവീസായി നമുക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ഒരു ആഴ്ച ബൈബിൾ പഠിക്കുവാൻ സ്വർഗം നമ്മെ സഹായിച്ചു. നമ്മുടെ ടീച്ചേഴ്സിനെ ഒക്കെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന ഈ ഉത്സാഹം, അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നത്, സ്തോത്രം, നിങ്ങളുടെ ചെലവാക്കുന്നത്, എനിക്കറിയാം പലരും നെറ്റൊക്കെ ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി സ്പെഷ്യൽ പാക്കേജ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാനൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ദൈവം നിങ്ങളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കും. ഈ സമയത്തും ഹല്ലേലൂയ ദൈവം നിങ്ങളെ മാനിക്കുന്ന ഓർത്ത് നമുക്ക് എല്ലാവർക്കും സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് എല്ലാവരെയും ഒന്നും അറിയത്തില്ല, എങ്കിലും സ്വർഗം നമ്മെ എല്ലാം അറിയുന്നു. ഒരപ്പത്തിന്റെ അംശികളായി നമ്മളെ കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് കർത്താവ് ദൈവകൃപയിലാക്കി വെച്ചിരിക്കുന്നുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്തോത്രം പലവിധമായ ഭാരങ്ങള് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവവചനം പഠിക്കുവാൻ ഹല്ലേലൂയ കാണിക്കുന്ന ഈ നല്ല സാഹചര്യങ്ങൾക്കായി ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ ദൈവവേലയിലായിരിക്കുന്ന അനേക ദൈവഭക്തന്മാരുണ്ട്, ദൈവവേലയിലായിരിക്കുന്ന അനേക ശുശ്രൂഷകന്മാരുണ്ട്, അനേക ശുശ്രൂഷകന്മാരുടെ വൈഫുമാരുണ്ട്, ഹല്ലേലൂയ അവരുടെ തലമുറകളുണ്ട്. അങ്ങനെ ദൈവവേലയിലായി നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ പ്രതികൂലങ്ങളിലൂടെ ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഒരു വിശാലത കൊടുത്ത് കർത്താവ് മാനിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരെല്ലാം സുവിശേഷ വേലയിലാണല്ലോ. അവരൊക്കെ ഹല്ലേലൂയ അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവം വിശാലമാക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ഷാജി കെ ഡാനിയലിനായിട്ട് കുടുംബത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് തനിക്ക് 4 മക്കൾ ഒരുമിച്ചുള്ളതാണ്. അവരുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ 17-ാം തീയതി. ദൈവം അവരുടെ ഭാവി ഒക്കെ അനുഗ്രഹമാക്കുവാൻ ആ കുടുംബത്തെ ദൈവം മാനിക്കേണ്ടതിന്, പ്രത്യേകിച്ച് താൻ വളരെ തിരക്കുള്ളപ്പോഴും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയൊക്കെ കാണിക്കുന്ന ഈ ഉത്സാഹവും ഒക്കെ കർത്താവ് തനിക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണം. തന്റെ ബിസിനസ് മേഖലകളെ ഹല്ലേലൂയ സഭാ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവം മാനിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രത്യേകാൽ ഹല്ലേലൂയ സണ്ണിവേയിലുള്ള ഡാളസിലുള്ളതായ ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. താൻ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ പത്തനംതിട്ട കോട്ടയത്തുള്ളതായ ബൈബിൾ കോളേജിനായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അതിനൊക്കെ ഒരു വലിയ വിശാലത കൊടുത്ത് പ്രത്യേക നമ്മുടെ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒക്കെ ഇവരെല്ലാം വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുവല്ലോ, സഹകരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ അതിലെല്ലാം ഒരു വലിയ വിശാലത വരേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ നമ്മുടെ ബൈബിൾ കോളേജിൽ, ഈ ഓൺലൈൻ ബൈബിൾ കോളേജിൽ സഹായിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എന്നും രാവിലെ ബ്രോഷേഴ്സ് ഉണ്ടാക്കിയിടുന്നവരുണ്ട്, സൂം ഓപ്പൺ ചെയ്യുന്നവരുണ്ട്, ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നവരുണ്ട്, പുതിയ ആൾക്കാരെ ചേർക്കുന്നവരുണ്ട്, സ്തോത്രം നമ്മളെ ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഒരു ചെറുവിരൽ പോലും നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി കഴിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. അവരുടെ അധ്വാനം, അവരുടെ ഹല്ലേലൂയ അവർ ചെയ്യുന്നത് ഒന്നും ദോഷമായി തീരാതെ ദൈവം സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ പ്രിയ ഷാജൻ പാറക്കടവിൽ താനാണ് എല്ലാ ദിവസവും ബ്രോഷേഴ്സ് എല്ലാം ഉണ്ടാക്കിയിടുന്നത്. താൻ വളരെ തിരക്കുള്ള ഒരു ആത്മീയ പ്രവർത്തകനാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ താൻ ഒരു ദിവസം പോലും തെറ്റാതെ, സമയം തെറ്റാതെ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ ദൈവം തന്നെ സഹായിക്കുന്നുവല്ലോ. ആത്മാർത്ഥതയോടെ ദൈവവചനത്തിന്, ദൈവപഠനത്തിന് ചുമൽ കൊടുക്കുന്ന അതുപോലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ
അഗാപ്പെ ചർച്ചസ് പല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുവല്ലോ. മിഡിൽ ഈസ്റ്റിൽ പല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. സ്വർഗം ഈ വേലയെ വളരെ വർദ്ധിപ്പിക്കുവാൻ സ്തോത്രം. ദൈവം സഹായിക്കേണ്ടതിന്, ദൈവത്താൽ ഹല്ലേലൂയ തുടങ്ങപ്പെടുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം സഹായിക്കേണ്ടതിന് വളരെ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ചുമല് കൊടുക്കുവാൻ ദൈവം അതിന്റെ ലീഡർഷിപ്പിനെ ഒക്കെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഹല്ലേലൂയ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സിസ്റ്റർ എൽസി സാബുവിനായിട്ട് സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവം തന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ പൈതങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞല്ലോ. പ്രിയ ഷീനായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ അതുപോലെ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ പല വിഷയങ്ങൾ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. പ്രത്യേകാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഖത്തറിലെ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ പുതുതായി ആരംഭിച്ച ഈ ഹിന്ദി സർവീസിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്ത് ഒത്തിരി നേപ്പാളീസ് ഉണ്ട്, ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഒത്തിരി ബംഗാളികളുണ്ട്. ദൈവം അവരുടെ മധ്യത്തിലൊക്കെ ദൈവവചനവുമായി കടന്നു ചെല്ലുവാൻ ദൈവം ഞങ്ങളുടെ സഭയും ദൈവം സഹായിക്കേണ്ടതിനായി എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി പ്രിയ സിസ്റ്റർ സാറാമ ഷാജി ലാലി സിസ്റ്റർ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ആശീർവാദം പറയുകയും ചെയ്യും. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം വിശ്വസിക്കുന്ന ഞങ്ങളുടെ സംഗീപിതാവേ, തിരുവാതിരയുടെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന ചാപ്പൽ സർവീസായ കർത്താവേ, ഇടിങ്ങൾക്ക് അവിടുത്തെ പാതവിടം കടന്നുവന്ന് അങ്ങേ ഒരു പ്രാവശ്യം കൂടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടിയങ്ങളെ യോഗ്യരാക്കുകയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതായ തിരുവചനങ്ങളുടെ മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അതടി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം വിടുതലുമായി തിരഞ്ഞെടുക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ അപ്പോസ്തലനെ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാണ്ടക്കണം. കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ ഇവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം തരുന്ന തിരുവചനങ്ങളൊക്കെയും ധ്യാനിപ്പാനും അതിനനുസരിച്ച് ഓരോ ചുവടുകൾ മുൻപോട്ട് വെക്കുവാനും അങ്ങേ ആഗ്രഹിക്കുന്ന അളവിലായി തീരുവാനും എന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം സൂക്ഷിച്ച ദൈവദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണം, സഹായിക്കണം. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കണം എൻ്റെ കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും എല്ലാ സ്റ്റുഡൻസിനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയുടെ മറവിൽ ഓരോരുത്തരെയും മറയ്ക്കുമാറാണമേ. വിവിധങ്ങളായ കാര്യങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അതിൽ നിന്നെല്ലാം കർത്താവ് ഓരോരുത്തരെയും അവിടുന്ന് വിടുവിച്ച് നടത്തുമാറാണമേ. ഞങ്ങളുടെ അഗാപ്പെ ചർച്ചിന്റെ ബൈബിൾ കോളേജിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. വചനം പഠിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബമായി കുഞ്ഞുങ്ങളായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയുടെ മറയിൽ മറയ്ക്കുമാറാണമേ. പ്രതിയാലാൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദോഹയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവിടുത്തെ വേലയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ അവിടുന്ന് സഹായിക്കണം. പുതിയ പുതിയ പ്രവർത്തനങ്ങളോടെ ആരംഭിപ്പാൻ തക്കണം. അവിടുന്ന് വിനയം സഹായിക്കണം. അവിടെ പുതിയ പ്രവർത്തനം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ തുടങ്ങിയിരിക്കുന്നതൊക്കെയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അനേക ഹല്ലേലൂയ ആത്മാക്കൾ അവിടെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെ കർത്താവ് കാരണമാക്കി തീർക്കണം. പ്രതിയാല് ഹല്ലെ പ്രവർത്തനങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം. വിശ്വമാർന്ന എല്ലാ ദൈവവും പറഞ്ഞ് കർത്താവ് വഴി നടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അധികമായി ചോദിപ്പാണ്ടക്കൊണ്ട് അവിടുന്ന് സഹായിക്കുമാറാണമേ. പുതിയ പുതിയ പ്രവർത്തനങ്ങളൊക്കെ അവിടെ വിവിധ രാജ്യങ്ങളിൽ തുടങ്ങിയിരിക്കുന്നു. അവിടെ എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണം. പ്രത്യാൽപത്തിന് നടക്കുന്നതായ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. അതോടെ അതിന്റെ തുടക്കം അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹമാകുന്നതുപോലെ അനേക സ്റ്റുഡൻസ് അവിടെ കടന്നു വന്ന് ദൈവദിനം പഠിക്കുവാണ്ടക്കണം എന്റെ കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിന്റെ നാനാഭാഗങ്ങളില് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതോടൊപ്പം കർത്താവെ, ഭൂമിയുടെ നാനാഭാഗങ്ങളിലും ഇതിനെ അറിയാത്ത അനേകരുണ്ട്. അവരൊക്കെ ഈ സത്യത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുവാണ്ടക്കണം അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാർത്ഥനയുടെ വിഷയത്തിന്മേലും ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി സൗഖ്യവും ബലവും എന്റെ കർത്താവ് കൽപ്പിക്കുമാറാണമേ. സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. പനിയുടെ സിസ്റ്ററാൽ ഭാരപ്പെടുന്നു. പൂർണ്ണമായി സൗഖ്യവും ബലവും എന്റെ കർത്താവ് കൽപ്പിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഭാഗ്യലക്ഷ്മി സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ പ്രവർത്തനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെതായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുമാറാണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കണം. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അഞ്ചു സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, എഴുതിയിരിക്കുന്നതായ പാട്ടുകളൊക്കെ പൂർത്തീകരിപ്പാനും അതിനേറെ ആശ്വാസമായി തീരുവാനും കർത്താവ് സഹായിക്കണം. ഇന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം പ്രവർത്തിക്കുമാറാണമേ. കർത്താവേ, അവിടുത്തെ വേലയിലായി ദൈവദാസന്മാരെ പ്രത്യാൽ ഒരു പ്രാവശ്യം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ നയിക്കുന്ന ഇടങ്ങളില് കർത്താവിന്റെ വേല ശക്തിയോട് ചെയ്തെടുക്കുവാൻ, അനേകരെ നിങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ഹല്ലേലൂയ വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ, ഞങ്ങൾ മുമ്പോട്ടുള്ള ജീവിത യാത്രയിൽ അങ്ങയ്ക്ക് വേണ്ടി അധികമായി ശ്രമിപ്പാൻ തക്കണം. കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കണേ. ദൈവകരങ്ങളിലേക്ക് എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പച്ചാ, വിശ്വാസത്തിന് നായകനും പൂർത്തിയെടുത്തതുമായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, നാളെ ആഴ്ച 1 ദിവസം കർത്താവെ, അവിടുത്തെ പാതവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കടന്നുപോയി അങ്ങേ പിന്നെയും സ്തുതിപ്പാനും ആരാധിപ്പാനുള്ള ദൈവകൃപ ഓരോരുത്തരുടെ മേലും പകർന്ന് കർത്താവ് വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ വിട്ടുപോയ എല്ലാ വിഷയങ്ങളും കൂടുന്ന് പ്രവർത്തിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി നന്ദി. ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലുവിനോടുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഈ നമ്മുടെ ബൈബിൾ കോളേജിനോടുകൂടെയും ഇന്നൂരേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ നിന്ന് കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവേ, അങ്ങ് വരണമേ. Have a blessed night. ആമേൻ. എല്ലാവർക്കും നന്ദി. പാട്ടുപാടിയ, വചനം പങ്കുവച്ച, ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ബൈബിൾ കോളേജിന്റെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എൻകറേജ് ചെയ്യണം. അല്ലെങ്കിൽ അതിന് അവിടെ അഡ്മിഷൻ, താമസം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് ഇടയ്ക്കൊക്കെ അതുവഴി പോകുന്നവർക്ക് അവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മൾ ഒരുക്കുന്നതാണ്. നിങ്ങൾ പത്തനംതിട്ട വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനടുത്താണ് നമ്മുടെ ബൈബിൾ കോളേജ്, വി കോട്ടയം എന്ന് പറയും. അവിടെ പോകാൻ താല്പര്യമുള്ളവർ അതിലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കയറിയാൽ അത് കയറി അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോഴേ കാണാവുന്നതാണ്. പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എന്നാൽ ഏപ്രിൽ നമ്മൾ ആ ഡേറ്റ് പറയും. അന്ന് എല്ലാവരും കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് സന്തോഷിപ്പാനും ഇടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.